ഒരു ബോഡി ബിൽഡിങ്ങിലുള്ള ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ചില സമയത്ത് ഇപ്പോഴത്തെ ബോഡി ബിൽഡിംഗ് എറ കാണുമ്പോൾ നല്ല സങ്കടം തോന്നാറുണ്ട്. ഒരു മാസ് മോൺസ്റ്റർ എന്ന് പറയുന്ന രീതിയിൽ മാത്രമായിട്ട് അത് ഒതുങ്ങിപ്പോയിട്ടുണ്ട്. ഒരു ബ്ലോട്ടഡ് ആപ്സും അമാനുഷികമായിട്ടുള്ള സൈസും ആവശ്യമില്ല ഇതൊന്നും. ഒരു എസ്തെറ്റിസിസം ഇല്ല അതിന്, ഒരു ഭംഗിയില്ല അതിന് കാണാനായിട്ട്. അവർ കൊടുക്കുന്ന എഫേർട്സും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. കാര്യം നമ്മൾ എല്ലാവരും അതിന് മാത്രം അത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തുന്നത്. പക്ഷെ എനിക്ക് എന്തോ അത് അത്ര ഭംഗിയുള്ളതായിട്ട് തോന്നാറില്ല. എനിക്കൊന്നെങ്കിൽ ഒരു സിൽവർ എറ അല്ലെങ്കിൽ ഗോൾഡൻ എറയിലെ ബോഡി ബിൽഡേഴ്സിനെയാണ് കുറച്ചുകൂടെ ഇഷ്ടം. ഒരു പ്രൊപ്പോർഷണാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അവരെ കാണുമ്പോൾ. ആ പഴയ കാലത്തെ അതേ ട്രെൻഡിനെ ഒന്ന് പുതുവർഷത്തേക്ക് കൊണ്ടുവന്ന ഏക ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ക്രിസ് ബംസ്റ്റഡിനാണ്. ഒരു ക്ലാസിക് ഫിസിക് എന്ന രീതിയിൽ എന്താണ് ഫിസിക് എന്നുള്ളതിന് കറക്റ്റ് ഒരു ഉദാഹരണമാണ് ക്രിസ് ബംസ്റ്റഡ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അങ്ങനെ ഉള്ളൊരു പ്രധാനപ്പെട്ട സാധനമാണ് സ്റ്റൊമക് വാക്ക്. അത് ഈ എറയിലേക്ക് കൊണ്ടുവന്നത് അവനാണെന്ന് എനിക്ക് തോന്നി. കാര്യം 2019-18 സമയത്ത് എങ്ങാണ്ടാണ് ഞാൻ അവനെ പറ്റി കാര്യമായിട്ട് അറിയുന്നത്. അപ്പൊ തന്നെ അവന് നല്ല രീതിയിലുള്ള സ്റ്റൊമക് വാക്കും ഉണ്ടതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോയിലൊക്കെ. ഒരു എസ്തെറ്റിക് അല്ലെങ്കിൽ ഒരു വിഷ്വലി പ്ലീസിംഗ് എന്ന രീതിയിലല്ലാതെ വാക്കത്തിന് വേറെ ഒരുപാട് ഇമ്പോർട്ടൻസ് നമ്മുടെ പോസ്ചർ ഇംപ്രൂവ് ചെയ്യണതിനും കോറിലെ മസിൽസ് എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ അനുവദിക്കുന്നതിനും ലോവർ ബാക്കിന്റെ പെയിൻ ഒഴിവാക്കാനും ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഈ സ്റ്റൊമക് വാക്വം എങ്ങനെ പ്രോപ്പർ ആയിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും? വലിയ പണിയുള്ള സാധനമൊന്നും അല്ല. അത് ഇത്തിരി രാവിലെ എണീക്കണം. വെറും വയറ്റിലാണ് ഈ സാധനം ചെയ്യേണ്ടത്. ആദ്യം ഏതെങ്കിലും ഒരു മേശപ്പുറത്ത് നമ്മൾ കൈവച്ച് ഇതേപോലെ നിൽക്കുക. ശ്വാസം പൂർണ്ണമായിട്ട് ശ്വാസകോശത്തിലേക്ക് എടുക്കുക. ആ ശ്വാസം മുഴുവനായിട്ട് മൂക്കിൽ കൂടെ ആദ്യം പുറത്ത് കളയുക, പറ്റാവുന്നത്രയും. പിന്നെ എക്സസ് ആയിട്ട് എന്തെങ്കിലും എയർ കിടപ്പുണ്ടെങ്കിൽ അത് വായി കൂടെ കളയുക. അപ്പൊ നമ്മൾ ഫുള്ള് എംപ്റ്റി ആയി കഴിഞ്ഞു എന്നുള്ളത് തോന്നൽ വരണം. ഈ സമയത്ത് നമ്മുടെ വയറ് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കണം. അങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം ഒരു 6 മുതൽ 10 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യണം. എന്നിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കണം. കാര്യം നമ്മുടെ ലങ്സിൽ നേരത്തെ എയർ ഇല്ലായിരുന്നു. അപ്പൊ ആ എയർ കിട്ടാൻ വേണ്ടി നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുക. നോർമൽ ആയിട്ട് ഒരു 2-3 പ്രാവശ്യം ബ്രീത്ത് ചെയ്യുക. ഇതാണ് ഒരു റെപ്പ്. അങ്ങനെ ഒരു 8 മുതൽ 10 റെപ്പ് വരെ നമുക്ക് ഒരു ദിവസം ചെയ്യാം. വെറും വയറ്റിൽ തന്നെ ചെയ്താൽ നമുക്ക് അത്രയും എളുപ്പമായിരിക്കും. കാര്യം വയറ്റിൽ ആഹാരം കിടക്കുമ്പോൾ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ കോറിലുള്ള മസിലുകളെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ബിക്കോസ് നമ്മൾ ഹെവി ആയിട്ട് സ്ക്വാട്ട് ചെയ്യുമ്പോഴോ ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോഴോ കോർ ബ്രേസിംഗ് ചെയ്താലേ നമുക്ക് ഹെവി ആയിട്ടുള്ള ലിഫ്റ്റ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ആപ്സിലെ മസിലും കൂടെ നമുക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ബെനിഫിഷ്യൽ ആണ്. അങ്ങനെ ഈ സാധനം മാത്രം ചെയ്തോന്നും പറഞ്ഞ് വയറ് കുറയൂല. നമ്മൾ യൂഷ്വലി പറയണ പോലെ തന്നെ ഒരു കാലറി ഡെഫിസിറ്റ് എടുക്കണം. ആപ്സിന് വേണ്ടി ആവശ്യത്തിന് ട്രെയിനിങ് ചെയ്യണം. ബാക്കി വർക്കൗട്ടുകൾ ഉൾപ്പെടുത്തും പോലെ തന്നെ അതും ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വയറും കൂടെ ഒതുങ്ങുള്ളൂ. പക്ഷേ നമ്മൾ വാക്വം എക്സസൈസ് ചെയ്യുമ്പോൾ ഈ പ്രോസസ്സ് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കും. കാര്യം നമ്മുടെ കൺട്രോളിലായി ഈ മസിൽ. അതുകൊണ്ട് നിങ്ങളുടെ വർക്കൗട്ടുകളിൽ ദയവ് ചെയ്ത് ഈ ഒരു ആബ് റൊട്ടീനും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. രാവിലെ എണീറ്റ് ചെയ്താൽ മതി. വലിയ പണിയുള്ള സാധനമൊന്നുമല്ല. ഒരു 5 മിനിറ്റിനകത്ത് പരിപാടി തീരും. ഓൾസോ ഇഫ് യു വോണ്ട് ടു ലുക്ക് ലൈക്ക് ഹിം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. സീ യു ബോയ്സ് ആൻഡ് ഗേൾസ്.